ഏറെ നിർണായകമായ വിവാദങ്ങളിലൂടെയാണ് കണ്ണൂരിലെ CPM ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. LDF കൺവീനർ സ്ഥാനം നഷ്ടമായതോടെ പാർട്ടിയിൽ നിന്നും പിണങ്ങി മാറി നിൽക്കുകയാണ് EP ജയരാജൻ. തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടതോടെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന EP ജയരാജനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. EP അനുനയിപ്പിക്കാൻ CPM കണ്ണൂർ ജില്ലാ നേതൃത്വം അണിയറ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കെ ഇനി നടക്കാനിരിക്കുന്ന ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ EP-യുടെ അസാന്നിധ്യം ചർച്ചയാകാതിരിക്കാനാണ് മുതിർന്ന നേതാവിനെ പാർട്ടി പരിപാടികളിൽ സജീവമാക്കാൻ അണിയറ നീക്കങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പയ്യാമ്പലത്ത് നടന്ന ചടയൻ ഗോവിന്ദൻ ചരമദിനാചരണ പരിപാടിയിൽ ക്ഷണിച്ചിട്ടും EP ജയരാജൻ വിട്ടുനിന്നത് പാർട്ടി വൃത്തങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ആയുർവേദ ചികിത്സ നടത്തുന്നതുകൊണ്ടാണ് EP ജയരാജൻ പരിപാടിയിൽ എത്തിച്ചേരാത്തതെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയായ MV ജയരാജൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു. രാവിലെ വീട്ടിൽ പോയാൽ കാണാമെന്നും MV ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിട്ടുനിൽക്കുന്നത് അതൃപ്തി മൂലമല്ലെന്നും പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ MV ജയരാജന്റെ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങളെന്നാണ് CPM-ൽ നിന്ന് ലഭിക്കുന്ന വിവരം. പാർട്ടി പരിപാടിയിൽ EP പങ്കെടുക്കുമെന്ന് ജില്ലാ നേതൃത്വം അറിയിച്ചിരുന്നതാണ്. എന്നിട്ടും വരാതിരുന്നതാണ് ജനങ്ങളിൽ സംശയമുണ്ടാക്കിയത്. BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി തിരുവനന്തപുരം ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ നിന്നും നടത്തിയ കൂടിക്കാഴ്ചയുടെ പേരിൽ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തത്. സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേർന്നാണ് EP-യെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ തീരുമാനമെടുത്തത്. EP-യെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത് പിറ്റേന്ന് നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലോ അതിനുശേഷം നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലോ EP ജയരാജൻ പങ്കെടുത്തില്ല. അതിനുശേഷം ഇതുവരെ പാർട്ടി പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുകയോ മാധ്യമങ്ങളോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അരോളിയിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന EP ജയരാജൻ ഒരു തവണ മാത്രമാണ് മാധ്യമപ്രവർത്തകരോട് ഫോണിൽ സംസാരിച്ചത്. രാഷ്ട്രീയ അനുഭവങ്ങൾ വെച്ച് താൻ ആത്മകഥ എഴുതാൻ തീരുമാനിച്ചതായും അത് ഉടനെ തുടങ്ങുമെന്നുമായിരുന്നു EP ജയരാജന്റെ വെളിപ്പെടുത്തൽ. തീർച്ചയായും പിണങ്ങി മാറി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ EP-യുടെ ആത്മകഥ കൂടി പുറത്തു വന്നാൽ അത് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാക്കുന്നതിന് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഇതുവരെ കാര്യമായ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇത് ദേശീയ നേതാക്കൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമില്ല എന്ന നിലപാടാണ് വ്യക്തമാക്കുന്നത്. EP ജയരാജനുമായി ഏറെ അടുപ്പം പുലർത്തുന്ന അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ മറ്റ് നേതാക്കൾ ആരും ഈ വിഷയം കൈകാര്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നുമില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ EP ജയരാജനെ ചടയൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പരോക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തു. ഈ സംഭവ വികാസങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്നത് EP ജയരാജനെ പാർട്ടി തഴയുന്നു എന്നതാണ്. അദ്ദേഹം പാർട്ടിയിൽ തുടരുന്നതിനോട് ദേശീയ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ താല്പര്യമില്ല എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. അതേസമയം പാർട്ടിയിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ട് ഒന്നും ലഭിച്ചിട്ടില്ലെന്നും ചിലർ കരുതുന്നു എന്നായിരുന്നു വിജയരാഘവന്റെ ഒളിയമ്പ്. മാരക രോഗകാലത്തു പോലും പാർട്ടിയുടെ സഹായം തേടാൻ ആഗ്രഹിക്കാതെ ചാഞ്ചാട്ടമില്ലാതെ പാർട്ടിയെ നയിച്ച നേതാവായിരുന്നു ചടയനെന്ന് വിജയരാഘവൻ താരതമ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ വിമർശനം EP-യെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം സ്ഥിരീകരിക്കപ്പെട്ടതോടെ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ ഒളിച്ചു കളിക്കുന്ന പാർട്ടിയും സർക്കാരും EP നടത്തിയ രാഷ്ട്രീയേതര കൂടിക്കാഴ്ചയിൽ ദ്രുതഗതിയിൽ അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയത് എന്തിനെന്ന ചോദ്യവും പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയരുന്നുണ്ട്. പാർട്ടി സമ്മേളന കാലയളവിൽ ഇതുവരെ ഇല്ലാത്ത രാഷ്ട്രീയ വിവാദങ്ങളാണ് കേരളത്തിലെ CPM നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ ഏറ്റവും ദുർബലമായ സന്ദർഭങ്ങളിൽ പോലും പാർട്ടിയെ കൈവിടാതെ ഒപ്പം നിന്ന കരുത്തനായ നേതാവാണ് EP ജയരാജൻ. അങ്ങനെയുള്ളൊരു നേതാവ് പാർട്ടിയിൽ നിന്നും പിണങ്ങി മാറി നിൽക്കുന്നതും മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ഒളിച്ചോടി പോകുന്നതും കണ്ണൂരിലെ നേതാക്കളിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്.